ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ലോകത്തിലെ ആദ്യത്തെ CNG ബൈക്കാണ്. അതാണിപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ബജാജിൻ്റെ ഫ്രീഡം 125 എന്ന് പറയുന്ന ബൈക്ക്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, CNG ഉണ്ട്, അതുപോലെ തന്നെ പെട്രോളും ഉണ്ട്. നമുക്ക് രണ്ട് രീതിയിലും ഈ വാഹനം ഓടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു, അതായത് CNG ബ്രസയുടെ ഒരു വീഡിയോ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് CNGയുടെ ഈ ഒരു ബൈക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മൈലേജും ഉണ്ട്, അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഡെയിലി യൂസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CNG ബൈക്ക് എന്തുകൊണ്ട് ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ രാവിലെ ജോലിക്ക് പോയിട്ട് വൈകിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ മന്ത്ലി എക്സ്പെൻസ് അവർക്ക് സത്യം പറഞ്ഞാൽ ശരിക്കും കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് ഡെയിലി യൂസ് ഉള്ള ആൾക്കാരെ കുറിച്ചിട്ട് ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ ലോങ് ഡ്രൈവിനൊക്കെ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചറസിന് വേണ്ടിയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു CNG ബൈക്ക് കൊണ്ട് നിങ്ങൾക്ക് വലിയ ഉപകാരം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറഞ്ഞതുപോലെ ഡെയിലി പർപ്പസിനുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഈ വണ്ടിയുടെ ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ CNG 2 കിലോയുടെ ടാങ്കാണ് ഇതിനകത്ത് വരുന്നത്. അതേപോലെ തന്നെ 2 ലിറ്റർ പെട്രോളും ഇതിനകത്ത് കൊള്ളും. അതായത് കമ്പനി അവകാശപ്പെടുന്നത് 2 ലിറ്റർ പെട്രോളിലും 2 കിലോ CNGയുടെ ടോട്ടൽ 330 കിലോമീറ്റർ യാത്ര ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. CNGക്ക് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് എന്ന് പറയുന്നത് കിലോയ്ക്ക് 102 കിലോമീറ്ററാണ്. അതായത് 1 കിലോ CNG എന്ന് പറയുമ്പോഴത്തേക്കിനും 83 രൂപ മുതൽ 87 രൂപ വരെ നമ്മുടെ നാട്ടിൽ റേറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലോട്ടൊക്കെ ആണെങ്കിൽ അതിൽ റേറ്റ് കുറവാണ്. ഇപ്പോൾ നമ്മളുടെ ടൗണിലെ പർപ്പസിന് അല്ലെങ്കിൽ ടൗൺ ഏരിയയിലൊക്കെ ഓടിക്കാൻ ഉപയോഗിക്കുമ്പോഴത്തേക്കിനും CNG ആകുമ്പോഴത്തേക്കും നമുക്ക് പെട്രോൾ കത്തുന്ന പോലെ പെട്ടെന്ന് കത്തില്ല, നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടുകയും ചെയ്യും. ഈ പറഞ്ഞ രീതിയിൽ 85 രൂപ മുടക്കി കഴിഞ്ഞാൽ 102 കിലോമീറ്റർ കിട്ടുന്നില്ല എങ്കിലും 90 കിലോമീറ്റർ 92 കിലോമീറ്റർ വരെ പലർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെയാണ് പറഞ്ഞത്. തന്നെയല്ല, ഈ വണ്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് ഏകദേശം 90 കിലോമീറ്ററിന് മുകളിൽ മൈലേജ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വണ്ടി വന്നിരിക്കുന്നത് നമ്മളുടെ ഒരു സുഹൃത്ത് ട്രിവാൻഡ്രത്തു നിന്ന് വണ്ടി ഓടിച്ച് പത്തനംതിട്ടയ്ക്ക് വന്നതാണ്. അപ്പോൾ ആ വന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു മൈലേജ് അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് 90-ന് മുകളിലുള്ളൊരു മൈലേജ് CNGയിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ CNG പമ്പുകൾ അത്യാവശ്യം MC റോഡിലും ഹൈവേ സൈഡുകളിലൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ളേരിയയിലോട്ടൊക്കെ വരുവാണെങ്കിൽ മാത്രമാണ് CNG പമ്പുകൾ കുറവായിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഡെയിലി ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ടൗണുകളിലും CNG ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് വരാൻ സാധിക്കും. അല്ല, ഇൻ കേസ് നിങ്ങൾക്ക് CNG തീർന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്രോൾ യൂസ് ചെയ്തിട്ടാണെങ്കിലും വാഹനം ഓടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. 2 ലിറ്റർ പെട്രോളും 2 കിലോ CNGയുമാണ് ഇതിനകത്ത് കൊള്ളുന്നത്. ഇവിടെയാണ് ആ ഒരു CNGയുടെ ടാങ്ക് വരുന്നത്. ഇത് CNGയും ഇത് പെട്രോളുമാണ്. ഇപ്പോൾ CNG ടാങ്ക് തുറക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഇതിങ്ങ് പൊക്കിയെടുത്താൽ മതി, ഇത്ര മാത്രം. നമ്മൾ ഓട്ടോയുടെ അടിക്കുന്ന രീതിയിലാണ് ഇതിനകത്ത് CNG അടിക്കുന്നത്. അപ്പോൾ കാറിന് അടിക്കുന്ന രീതിയിലുള്ളതല്ല കേട്ടോ. അതിനുശേഷം ഇവിടെ പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്താണ് പെട്രോൾ ഒഴിക്കുന്നത്. അപ്പോൾ പെട്രോൾ ഒഴിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അവരോട് പതുക്കെ കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് ഒഴിക്കാൻ പറയുക. കാര്യം ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ CNGയുടെ ടാങ്ക് വരുന്നതുകൊണ്ട് അത് നിങ്ങൾ കെയർഫുള്ളായിട്ട് അവരോട് അടിക്കാൻ പറയുക. കാര്യം അവർ ചുമ്മാ കൊണ്ടുവന്നിട്ട് അടിച്ചിട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മുകളിൽ നിങ്ങൾ ഒരുപാട് ലോഡ് വെക്കാനായിട്ട് പാടില്ല. ഇവരുടെ കൊടുത്ത് മാക്സിമം ലോഡ് എന്ന് പറയുന്നത് 3 കിലോയാണ്. അതായത് വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഇതിൻ്റെ മുകളിൽ വെച്ചിരുത്തിയിട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. കാര്യം കൊച്ചു കുട്ടികളെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് 3 കിലോയ്ക്ക് മുകളിലുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യം ഇതിന് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു കാര്യം പറയുന്നത്. കാര്യം ഈ പറയുന്ന പെട്രോൾ ടാങ്ക് ആണെങ്കിലും ശരി, CNG ടാങ്ക് രണ്ടും ഇവിടെ തന്നെയാണ് അതിൻ്റെ ഫില്ലിംഗ് സെക്ഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റിന് ഇത്രയും ലെങ്ത് ഉണ്ടെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ലെങ്ത് ഉള്ള ഒരു സീറ്റ് ബൈക്കിന് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സീറ്റിനടിയിലാണ് നമ്മളുടെ CNG ടാങ്ക് വരുന്നത്. അപ്പോൾ അതുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് തുറക്കാനായിട്ട് നിങ്ങൾ താക്കോൽ ഇവിടെ കൊണ്ട് ഇടേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരു ചാവിയുടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, അതിൽ ചാവി ഇടുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് സീറ്റ് ഓപ്പൺ ആക്കാൻ സാധിക്കും. ഓക്കെ, സീറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും CNGയുടെ ടാങ്ക് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ശരിക്കും ഇരിക്കുന്നത് ഈ ഒരു CNG ടാങ്കിൻ്റെ മുകളിലാണ്. അതേപോലെ തന്നെ ബാറ്ററിയും ഇതിനകത്ത് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3 വർഷം കൂടുമ്പോൾ നമ്മൾ CNGയുടെ ടാങ്ക് നമ്മൾ കാലിബ്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അഴിച്ചെടുക്കാനൊക്കെയുള്ള സൗകര്യത്തിനായിട്ടാണ് അവർ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 ക്ലാമ്പിലാണ് ഇത് നിർത്തിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് അഴിച്ചെടുക്കാനുള്ളൊരു സംവിധാനത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് സീറ്റ് നിങ്ങൾ എപ്പോഴും ഊരേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ ഈ ഒരു ടാങ്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഊരിയത്. അതേപോലെ തന്നെ ഈ ഒരു ടാങ്കിൻ്റെ പ്രഷർ അറിയാനുള്ളൊരു ഗേജും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഗേജ് കാണാൻ സാധിക്കും. ഈ ഒരു ബ്ലാക്ക് കളറിലൊരു കവർ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇത് CNGയുടെ പ്രഷറിൻ്റെ ഗേജാണ് കൊടുത്തിരിക്കുന്നത്. പ്രധാനമായിട്ടും 3 വേരിയൻ്റാണ് ഈ വണ്ടിക്ക് വരുന്നത്. ഫ്രീഡം 125 ഡ്രം, അതുപോലെ തന്നെ ഫ്രീഡം 125 ഡ്രം LED. അതിനുശേഷം മൂന്നാമത്തേതും ടോപ്പ് വേരിയൻ്റ് എന്ന് പറയുന്നത് ഫ്രീഡം 125 ഡിസ്ക് LED എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിസ്ക് LED എന്ന് പറഞ്ഞ വാഹനമാണ് ഈ എടുത്തിരിക്കുന്നത്.
പിന്നെ വണ്ടിയുടെ മുൻഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ ഒരു CNG അല്ലെങ്കിൽ പെട്രോളിലേക്ക് സ്വിച്ച് ചെയ്യുന്ന ഒരു സ്വിച്ചാണ്. ഇപ്പോൾ നിലവിൽ CNGയിലാണ് കിടക്കുന്നത് ഈ വാഹനം. നമ്മൾ ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്രോളിലേക്ക് വാഹനം മാറ്റും. നമുക്ക് വാഹനം പെട്രോളിൽ വേണമെങ്കിൽ സ്റ്റാർട്ടാക്കാം, CNGയിൽ വേണമെങ്കിൽ സ്റ്റാർട്ടാക്കാം. അത് നമ്മളുടെ ഇഷ്ടം പോലെ ഏത് ഫ്യൂവലിൽ വേണമെങ്കിലും നമുക്ക് റൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഫോൺ കണക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഫോണിൻ്റെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൺ കോൾ വരുന്ന എടുക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ ബട്ടൺ യൂസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഇൻഡിക്കേറ്റർ വരുന്നത്, അതിൻ്റെ താഴെയായിട്ടാണ് ഹോൺ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഇടത്തെ സൈഡിൽ അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു USB ചാർജറും ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ആക്സിലേറ്ററിൻ്റെ ആ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സെൽഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഡെമോ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇവിടെ എത്ര ഇടയിലും പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല, എന്തെങ്കിലും കൊടുക്കാമായിരുന്നു. അപ്പുറത്തെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു CNGയുടെ സ്വിച്ച് വേണമെങ്കിൽ അവർക്ക് ഇവിടെ കൊടുക്കാമായിരുന്നു, കാര്യം ഇവിടെ ഇത്ര ഇടം വെറുതെ കിടക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഇവിടെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ മീറ്റർ കാണാൻ സാധിക്കും. അതായത് ക്ലസ്റ്റർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ക്ലസ്റ്ററിനകത്ത് വണ്ടിയുടെ കിലോമീറ്ററിൻ്റെ ഡീറ്റെയിൽസും, അതായത് എത്ര സ്പീഡിലാണ് വാഹനം പോകുന്നത്, അതേപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ കണക്ടിവിറ്റി ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്കിവിടെ മോഡൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിലവിൽ കിടക്കുന്നത് ഇപ്പോൾ നിലവിൽ നമ്മുടെ വാഹനം സൈഡ് സ്റ്റാൻഡിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അതിനുശേഷം 299 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. തൊട്ടിപ്പുറത്തായിട്ട് തന്നെ CNG എത്രയുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഗേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ CNGയുടെ ഒക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ടിലും എഴുതി കാണിക്കുന്നുണ്ടാവും, ഈ ഒരു സെക്ഷനിലും എഴുതി കാണിക്കുന്നുണ്ടാവും. ഇതിപ്പോൾ നിലവിൽ CNGയിലാണ് കിടക്കുന്നത്. നമ്മൾ പെട്രോളിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാം. അപ്പോൾ പെട്രോളിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡിസ്പ്ലേയിൽ മൊത്തത്തിൽ മാറ്റം വന്നു. ഇവിടെ മുമ്പേ കിടന്നത് CNGയാണ് ഓണായി കിടന്നിരുന്നത്, ഇപ്പോൾ അത് പെട്രോളിലേക്ക് മാറിയിട്ടുണ്ട്. അതേപോലെ ഈ സൈഡിൽ കൊടുത്തിരുന്ന ആ ഒരു ഫ്യൂവൽ ഗേജിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ പെട്രോളിലേക്ക് വന്നപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല. നമ്മളുടെ km/h അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ക്ലസ്റ്ററിൽ വരുന്നത്. ഒരുപാട് വലിയ ക്ലസ്റ്ററൊന്നുമല്ല, വളരെ ചെറിയ ഒരു ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതായത് വണ്ടിയുടെ ആ ഒരു ലുക്കിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഒരു ക്ലസ്റ്റർ അവരെ കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ നമുക്ക് നോക്കാം. ഫ്രണ്ട് വ്യൂ നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ലുക്കാണ് അവർ പ്രധാനമായിട്ടും അവിടെ എടുത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രമായിരിക്കും അവർ അത്രയും ചെറിയൊരു ക്ലസ്റ്റർ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹെഡ്ലൈറ്റാണ് ഒറ്റ നോട്ടത്തിൽ എടുത്ത് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഈ ഷോക്ക് അബ്സോർബർ, അതിൽ തന്നെ അവർ ഫ്രീഡം എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ നമ്മളുടെ ദേശീയ പതാകയുടെ ഒരു കളറും കൊടുത്തിട്ടുണ്ട്. ദേശീയ പതാകയുടെ അതേ രീതിയിലാണ് ആ ഒരു ഫ്രീഡത്തിൻ്റെ ഒരു കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഈ ഒരു ഷോക്ക് അബ്സർ ആണെങ്കിലും ശരി, ഈ ഇപ്പുറത്തെ സൈഡിലെ ഷോക്ക് അബ്സർ ആണെങ്കിലും ശരി, എല്ലാം നല്ല ഹൈ ക്വാളിറ്റി സാധനമാണ് അവർ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതേപോലെ ഇൻഡിക്കേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ രീതിയിലുള്ളൊരു ഇൻഡിക്കേറ്റർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബൾബാണ് അകത്ത് കൊടുത്തിരിക്കുന്നത്, LED ഒന്നുമല്ല. അതിനുശേഷം ടാങ്കിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെയും അവർ ഫ്രീഡത്തിൻ്റെ ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടാങ്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ടാങ്ക് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും. കാണുമ്പോഴേ ഒറ്റ നോട്ടത്തിൽ ഒരു ചെറിയ വാഹനമാണെന്നുള്ള ഫീൽ വരത്തില്ല. പക്ഷേ വാഹനത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 148 കിലോ ഉണ്ട് വാഹനത്തിൻ്റെ വെയിറ്റ്. അതേപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് വലിയൊരു വാഹനത്തിൻ്റെ ഫീൽ തന്നെയാണ് വരുന്നത്. പക്ഷേ നമ്മൾ CNG എന്നൊക്കെ ചിന്തിച്ച് നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു വാഹനമാണെന്നായിരിക്കും വിചാരിക്കുക. പക്ഷേ വാഹനം അങ്ങനെയല്ല, നല്ല ഹെവി വാഹനം തന്നെയാണ്. 148 കിലോയാണ് വാഹനം വരുന്നത്. അതേപോലെ തന്നെ വാഹനത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 875 mm ആണെന്ന് തോന്നുന്നു വണ്ടിയുടെ ഹൈറ്റ് വരുന്നത്. അതേപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഏകദേശം 170 മുകളിൽ വരുന്നുണ്ട്. അതായത് നിങ്ങളൊരു ഓഫ് റോഡ് ഡ്രൈവിന് പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ അടി എങ്ങും തട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. അത്രത്തോളം ഹൈറ്റ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്ന പുതിയ ഒരു എഞ്ചിനാണെന്ന് വേണം പറയാനായിട്ട്. അതായത് നിലവിൽ ബാക്കിയുള്ള ബൈക്കുകൾ കൊടുത്തിരിക്കുന്ന എഞ്ചിനല്ല, ഇവർ CNGക്ക് വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സെൽഫ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കിക്കർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്കിയുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം സാധാരണ ഒരു ബൈക്കിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന ഒരു സസ്പെൻഷനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും സെൻറ്ററിലുള്ള ഈ ഒരു സസ്പെൻഷനാണ് ഇതിൻ്റെ മെയിൻ പാർട്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ശരി, ഏതെങ്കിലും ഓഫ് റോഡിൽ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ശരി, ഇവിടെ ഇരിക്കുന്ന CNG ടാങ്കിന് ഒരു കാരണവശാലും ക്ഷതം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിൽ അത്യാവശ്യം നല്ല ഹെവി സാധനം തന്നെയാണ് ഇവരുടെ കൊടുത്തിരിക്കുന്നത്. അത് അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് താഴേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അത്യാവശ്യം നന്നായിട്ട് തന്നെ അതവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഹെവി സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ CNGക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും വരത്തില്ല. അവിടെ നമുക്ക് മറ്റൊരു അഡ്വാൻറ്റേജ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് യാത്രാസുഖം നല്ല രീതിയിലുണ്ട് എന്നുള്ളതാണ്. കാര്യം അത്യാവശ്യം ചെറിയ ഓഫ് റോഡൊക്കെ പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഓഫ് റോഡിൽ കൂടെ നമ്മൾ ചാടിയെന്ന് പറഞ്ഞാലും നമുക്ക് അത്രയും ഒരു എഫക്റ്റ് വരത്തില്ല എന്നുള്ളതാണ്. പിന്നീട് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പേ പറഞ്ഞ ഈ ഒരു സീറ്റിൻ്റെ ലെങ്ത് തന്നെയാണ്. ബാക്കിയുള്ള ബൈക്കൊക്കെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഇവിടെ സീറ്റ് നല്ല ഹൈറ്റ് ആയിരിക്കും, ഇങ്ങോട്ട് വന്നിട്ട് കുഴിഞ്ഞായിരിക്കും. പക്ഷേ ഇവിടെ ഒറ്റ നിരപ്പിലുള്ള സീറ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് 2, 3, 4 പേർക്കൊക്കെ സുഖമായിട്ട് ഈ ഒരു സീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കും.
പിന്നീടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എഞ്ചിന് വേണ്ടിയിട്ട് അവർ സേഫ്റ്റിക്ക് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എഞ്ചിന് യാതൊരു രീതിയിലുള്ളൊരു ക്ഷതം വരരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ദിവസം CNG വാഹനം യൂസ് ചെയ്യുന്നില്ല എങ്കിൽ ഇവിടുത്തെ വാൽവ് ക്ലോസ് ചെയ്ത് വെക്കണമെന്ന് പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ഈ കാണുന്ന വാൽവ് ക്ലോസ് ചെയ്ത് വെക്കണമെന്ന് പറയുന്നുണ്ട്. ഒരു 4-5 ദിവസത്തിന് മുകളിൽ നിങ്ങൾ വാഹനം ഉപയോഗിക്കുന്നില്ല എങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അത് പക്ഷേ നിങ്ങൾ എന്താ പറയുക, നല്ല രീതിയിൽ ഇതിനെപ്പറ്റി കാര്യങ്ങൾ അറിയാവുന്ന ഒരാളോട് ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ 1-2 ഇടത്ത് ഇങ്ങനെ കണ്ടു, അതുകൊണ്ട് മാത്രം ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അതായത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് നമ്മൾ ലോക്ക് ചെയ്ത് വെക്കത്തില്ല, അതേ രീതിയിലുള്ള സിസ്റ്റമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിന് ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ CNG ഒരു രീതിയിലും ലീക്ക് ആവില്ല എന്നുള്ളതാണ്. അതിനുശേഷം ഇവിടെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു മാനിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. മാനാണോ അതോ സാന്താക്ലോസിൻ്റെ ആ ഒരു വാഹനത്തിൻ്റെയാണെന്ന് അറിയത്തില്ല. ഇതുകൊണ്ട് മേ ബി അവർ ഉദ്ദേശിക്കുന്ന ഒരു ഫാമിലി യൂസ് ചെയ്യാനുള്ള ഒരു വാഹനം എന്നുള്ള രീതിയിലായിരിക്കും. അതായത് അച്ഛനമ്മ വേണമെങ്കിൽ 2-3 പിള്ളേരുണ്ടെങ്കിൽ അവരെ കൂടെ കൊണ്ടുപോകാം. കാര്യം സീറ്റ് അത്രയും വലുപ്പമുണ്ടല്ലോ, എല്ലാവരും കൂടെ നേരത്തെ ഇരുത്തി കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് തോന്നുന്നു. എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അതിനുശേഷം പിന്നീട് നമ്മൾ പുറകോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സീറ്റിന് സപ്പോർട്ടായിട്ട് തന്നെ നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഈ ഒരു സൈലൻസർ ഈ ഒരു വാഹനത്തിൻ്റെ അതേ ഷേപ്പിൽ തന്നെയാണ് ഈ ഒരു സൈലൻസറിൻ്റെ ചരിവും കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അത് ഈ ഒരു വാഹനത്തിന് ഒറ്റ നോട്ടത്തിൽ നല്ലൊരു ലുക്ക് കൊടുക്കുന്നത് തന്നെയാണ്. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വണ്ടിയുടെ പുറകിൽ വെച്ച് കെട്ടിക്കൊണ്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്ലിപ്പ് യൂസ് ചെയ്യാൻ സാധിക്കും. 2 സൈഡിലും ഈ ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ക്ലിപ്പും കൊടുത്തിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള പോലെ തന്നെ നോർമൽ ഇൻഡിക്കേറ്റർ തന്നെയാണ്, സാധാ ബൾബ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് വരുമ്പോഴത്തേക്കിനും പലരും പറയുന്നുണ്ട് ഒറ്റ നോട്ടത്തിൽ ബാക്കിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ പണ്ടത്തെ പൾസറിൻ്റെ ഒക്കെ ഒരു ലുക്ക് വരുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ എനിക്കത് എത്രത്തോളം ശരിയാണെന്ന് അങ്ങോട്ട് പറയാനായിട്ട് സാധിക്കില്ല. എങ്കിലും എവിടെയോ എന്തോ ഒരു ടച്ച് ഉണ്ട്, ഒരു പൾസറിൻ്റെ ടച്ച് വരുന്നുണ്ട്. കാര്യം ഈ ഒരു മൽഗാർഡൊക്കെ പണ്ടത്തെ പൾസറിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണെന്ന് വേണമെങ്കിൽ പറയാനായിട്ട്. ആ ഒരു സംവിധാനം തന്നെയാണ് അവർ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഒരുപാട് താഴത്ത് തന്നെയാണ് ആ ഒരു മഡ്ഗാർഡ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു രീതിയിലും ശകലം പോലും ചളുമ്പം നമ്മളുടെ ദേഹത്ത് അടിച്ച് കയറില്ല എന്നുള്ളതാണ്. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് LED ആണ് കേട്ടോ. നല്ല രസമുള്ളൊരു ബ്രേക്ക് ലൈറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ഈ ടയറിൻ്റെ മുകളിൽ അവർ CNG എന്നുള്ളൊരു ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. ടയറിൻ്റെ അല്ല, ഈ ഒരു മഡ്ഗാർഡിൻ്റെ മുകളിലായിട്ട് അവർ CNG എന്നുള്ളൊരു ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടയറിൻ്റെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ടയർ അത്യാവശ്യം നല്ല സൈസുള്ള ടയറാണെന്ന് കാണാൻ സാധിക്കും. അതായത് 120, 70, 16 സൈസുള്ള ടയറാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിലത്തെ ടയറും അതേ സൈസ് തന്നെയാണ് തോന്നുന്നു. ഫ്രണ്ടിൽ 90, 80 ഫ്രണ്ടിൽ വരുന്ന ടയർ കേട്ടോ. 90, 80, 17 ഫ്രണ്ടിൽ വരുന്നത്. പുറകിൽ വരുന്നത് 120, 70, 16. അപ്പോൾ ഫ്രണ്ടിലെ ടയർ ഇത്തിരി ചെറുതും പുറകിലത്തെ ടയർ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ടയർ തന്നെയാണ്. പിന്നീട് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ വാഹനത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്തെടുത്ത ഒരു എഞ്ചിനാണിത്. അപ്പോൾ ബാക്കിയുള്ള ബൈക്കുകളിലൊക്കെ എഞ്ചിന് മുകളിലേക്കായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു ബൈക്കിന് എഞ്ചിൻ സൈഡിലോട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ബൈക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ പ്രത്യേകിച്ച് അതിനെപ്പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. പിന്നീട് ഈ വാഹനത്തെപ്പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് 148 കിലോ ആണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം ആരോഗ്യമുള്ളവരൊക്കെ വാഹനം ഉപയോഗിക്കുന്നത് ബെറ്റർ ആയിരിക്കും. കാര്യം ഒന്ന് ചിലപ്പോൾ ചരിഞ്ഞ് പോയി കഴിഞ്ഞാൽ താങ്ങി നിർത്താനുള്ള ഒരു ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് വാഹനം ചവിട്ടി നിർത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ ബുള്ളറ്റൊക്കെ ഓടിച്ച് പരിചയമുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. കാര്യം പൊക്കമുള്ള ആൾക്കാർക്കാണ് പ്രധാനമായിട്ട് അവർ ഈ വണ്ടി ഉദ്ദേശിക്കുന്നത് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 5.5 അടി അല്ലെങ്കിൽ 5.25 അടിക്ക് മുകളിലുള്ള ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതേപോലെ കാല് ചവിട്ടി നിലത്ത് നിർത്തി വണ്ടി ചവിട്ടി നിർത്താൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി ചകലമൊക്കെ ചരിച്ചു കൊടുത്ത് നിർത്തേണ്ടതായിട്ടൊക്കെ വരും. കാര്യം വണ്ടിക്ക് ഹൈറ്റ് വളരെ കൂടുതലാണെന്ന് ഞാൻ പറയും. നിലവിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഹൈറ്റുള്ള വാഹനങ്ങളുടെ ശ്രേണിയിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. നല്ല ഹൈറ്റാണ് വണ്ടിക്കുള്ളത്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിനാണെങ്കിലും ശരി മറ്റുള്ള ബൈക്കിനെ അപേക്ഷിച്ചിട്ട് വളരെയധികം കൂടുതലാണ് ഈ വാഹനത്തിനുള്ളത്. അപ്പോൾ ഏത് ഓഫ് റോഡിന് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഈ ഒരു സ്വിച്ചിലൊന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് റേസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു CNG ബൈക്കാന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് റേസ് ചെയ്യുമ്പോൾ തോന്നത്തില്ല. അത്യാവശ്യം നല്ല പുള്ളിങ് ഉണ്ടെന്ന് വേണം പറയാനായിട്ട്. ഇപ്പോൾ CNG വാഹനത്തിന് എതിരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ അവർക്കൊന്നും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല. തന്നെയല്ല ഇതിൻ്റെ സീറ്റിൻ്റെ പ്രത്യേകത ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. സ്ട്രെയിറ്റ് ആയിട്ടുള്ള സീറ്റ് ആയതുകൊണ്ട് ഞാൻ എടുത്തു പറയുകയാണ്, ഇത് നിങ്ങൾ ഡെയിലി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ ഈ ഒരു വാഹനം സജസ്റ്റ് ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ രാവിലെ ജോലിക്ക് പോയിട്ട് വൈകിട്ട് വരുന്നു, ടൗണിനകത്തൂടെയൊക്കെ പോകേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു വാഹനം തന്നെ ആയിരിക്കും ഇത്. കാര്യം ബാറ്ററി വാഹനമാണ് ഇപ്പോൾ പലരും എടുക്കുന്നത്. ബാറ്ററി വാഹനത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് സവിശേഷതകളുണ്ട്, പോരായ്മയുണ്ട്. പക്ഷേ ഇതിനെ സംബന്ധിച്ചിട്ട് ബൈഫ്യൂവൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് CNG ഓടിച്ചിട്ട് യാത്ര ചെയ്യാം. ഇനി അത്യാവശ്യം ലോങ്ങിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്രോളോ CNG ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എനിക്ക് ബാറ്ററിയെക്കാട്ടിൽ ഒന്നുകൂടെ കംഫർട്ടായിട്ട് തോന്നിയത് CNG വാഹനം തന്നെയാണ്. കാര്യം ഞാൻ CNGയുടെ ഒരു വാഹനം നിലവിൽ ഓടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബ്രസ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ആളായതുകൊണ്ട് CNGയുടെ
കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു CNGയുടെ വാഹനത്തിലേക്ക് തിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് പൊട്ടിത്തെറിക്കും, അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ ഉള്ളത്. പക്ഷേ അതൊക്കെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഏകദേശം 11ഓളം ടെസ്റ്റുകൾ പാസ്സായതിനു ശേഷമാണ് ബജാജ് ഈ വണ്ടി നിരത്തിലിറക്കിയിട്ടുള്ളത്. 11 ടെസ്റ്റുകൾ പാസ്സായി ലോകത്തിലെ ആദ്യത്തെ CNG വാഹനം ഇവർ ഇറക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്രത്തോളം ടെസ്റ്റിംഗ് നടത്തിയതിന് ശേഷമായിരിക്കും അവർ ഇറക്കിയത്. കാര്യം വേൾഡിൽ തന്നെ ഇതുവരെയായിട്ടും ഒരു CNG ബൈക്ക് ലോഞ്ച് ചെയ്തിട്ടില്ല. ആദ്യത്തെ വാഹനം നമ്മളുടെ ഇന്ത്യയിൽ ബജാജാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ബജാജിൻ്റെ ഫ്രീഡം 125 ആണ് ആദ്യത്തെ CNG ബൈക്ക് എന്ന് പറയുന്നത്. പിന്നീട് പലരും ചോദിക്കുന്ന ഒരു സംശയമുണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ്. ഇപ്പോൾ ഞാൻ CNGയുടെ ഒരു വാഹനം ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ നന്നായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് CNGയുടെ വാഹനം എടുത്തത്. അപ്പോൾ പെട്രോളിനെക്കാട്ടിലും സേഫ് ആണെന്ന് വേണം പറയാൻ CNG. അതായത് CNG എന്ന് പറയുന്നത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. അത് വളരെ പെട്ടെന്ന് തന്നെ അന്തരീക്ഷത്തിലെ വായുവുമായിട്ട് ലയിച്ച് അവിടെ കത്തുന്ന ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ലീക്ക് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ബ്ലാസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ CNG എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഏതെങ്കിലും രീതിയിൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ അത് അന്തരീക്ഷത്തിലേക്ക് ലയിച്ച് വായുവുമായിട്ട് മിക്സായിട്ട് അവിടെ കത്തുന്നതിൻ്റെ ആ ഒരു പ്രവണത ഇല്ലാതാക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം സേഫ്റ്റിയാണ് CNGക്കുള്ളത്. ഇപ്പോൾ നിങ്ങൾ LPG നോക്കുവാണെങ്കിൽ LPG ഈ പറഞ്ഞ പോലെ ഡേഞ്ചറാണ്. അതായത് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഗ്യാസ് ഉണ്ടല്ലോ, അത് പല വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ബൈക്കിനാണെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്, ഓട്ടോയ്ക്കാണെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. വളരെ പെട്ടെന്ന് തന്നെ അത് ബ്ലാസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ CNG 100% സേഫാണ്. ഞാൻ 1 വർഷത്തിന് മുകളിലായിട്ട് CNGയുടെ വാഹനം ഉപയോഗിക്കുന്ന ആളാണ്, CNGയുടെ കാർ ഉപയോഗിക്കുന്ന ആളാണ്. യാതൊരു രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്ത് ഈ ഒരു CNG വാഹനം എടുത്തപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഒരു റിവ്യൂ നമ്മുടെ ചാനലിൽ ഇതിനെപ്പറ്റി കൂടി ഒന്ന് ഇടാമെന്നുള്ളത്. അതിനെക്കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ള ഇത്ര മാത്രമാണ്. ബാക്കി നമ്മൾ ഈ വാഹനം എടുത്ത നമ്മുടെ സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള റിവ്യൂ പറയും. അത് ഞാൻ കുറച്ച് ദിവസം അദ്ദേഹം വാഹനം യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ചാനലിൽ ആഡ് ചെയ്യാം. കാര്യം ഇപ്പോൾ ഏകദേശം 300 കിലോമീറ്റർ മാത്രമേ വാഹനം എടുത്തിട്ടായിട്ടുള്ളൂ. ഒരു ഫസ്റ്റ് സർവീസോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സർവീസോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം കൂടുതൽ റിവ്യൂ നമുക്ക് നമ്മളുടെ ചാനലിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വാഹനം എടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഞാൻ ഈ വാഹനം പ്രിഫർ ചെയ്യുന്നു. അത്യാവശ്യം നല്ല മൈലേജും ഉണ്ട്. 102 കിലോമീറ്ററാണ് പെർ കിലോയ്ക്ക് കമ്പനി അവകാശപ്പെടുന്നത്. അത്രയും കിട്ടിയില്ലെങ്കിലും 90 മുകളിൽ നമുക്ക് കിട്ടും. എന്തായാലും നമുക്ക് സിറ്റി റൈഡിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 90 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മൈലേജ് തന്നെയാണ്. ഇപ്പോൾ പെട്രോളിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ടൗണിൽ ഗിയർ മാറി പോകുമ്പോഴത്തേനും എത്രത്തോളം മൈലേജ് കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ CNG എന്തുകൊണ്ടും ബെറ്ററാണ് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്.